ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് അരികൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് പച്ചരി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കുതിരാൻ വേണ്ടി ഇടാം. അപ്പോൾ ഞാൻ മോർണിംഗിൽ തന്നെയാണ് വെള്ളത്തിലിട്ടിരുന്നത്. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേന് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് വാരി ഡ്രെയിൻ ചെയ്യാൻ വെക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമായ കുറച്ച് ഏലക്ക, അപ്പം ഞാനൊരു 5 കഷ്ണം ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. എള്ള് വേണം, അതേപോലെ തന്നെ പഴവും വേണം. ഒരു 2 കഷ്ണം ശർക്കര, അതായത് വലിയൊരുണ്ട ശർക്കര, അതിൻ്റെ ഒരു ഹാഫ് കൂടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അടുപ്പയിൽ പാനിയാക്കാൻ വെച്ചേക്കുന്നത്. ആ ഒരു ടൈമിലേക്ക് നമുക്ക് അരി അരച്ചെടുക്കുക. അതിനകത്തിലേക്ക് ഒരു 3 പഴവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരി അരച്ചെടുക്കുന്നത്. ഒരു ചെറിയ തവിക്ക് ഒരു തവി വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരി അരച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 തവി ശർക്കരപ്പാനി ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. എന്നിട്ട് ആ ഒരു ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ടൈമിലേക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങാക്കൊത്തും എള്ളും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് മൂപ്പിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാൻ ചേർത്ത് മൂപ്പിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്ക് ബാറ്ററിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ആ നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം അതിലേക്ക് നമുക്ക് എള്ളൂടെ മൂപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ തേങ്ങാക്കൊത്തൊക്കെ ഞാൻ ആ ഒരു ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ ഈ ഒരു നെയ്ക്കകത്തിൽ തന്നെ എള്ളും കൂടെ മൂപ്പിച്ച് ആ ഒരു നെയ്യും എള്ളും കൂടെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും അതേപോലെ തന്നെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ നെയ്യോടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ മൂപ്പിച്ച തേങ്ങാക്കൊത്തും ആ ഒരു എള്ളും മൂപ്പിച്ച നെയ്യോടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത്. ശേഷം വേണ്ട ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തിലേക്ക് നമുക്ക് നെയ്യും അതേപോലെ തന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പകുതി നെയ്യും അതേപോലെ തന്നെ ബാലൻസ് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ബാറ്റർ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒത്തിരി നിറച്ചൊഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മാവ് ഒന്നുകൂടെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമ്മുടെ ആ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മറിച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് മുരിയിക്കാൻ നിൽക്കരുത്. ഈ ഒരു കളർ സ്റ്റേജിൽ തന്നെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്ത് എല്ലാം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ ഉണ്ണിയപ്പം കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. കൂടെ തീയോട് അഡ്ജസ്റ്റ് ചെയ്തോണേ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ. ഇല്ലാത്ത പക്ഷം ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളു വെന്ത് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.